റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഉറപ്പായിട്ടും അത് ക്യാപ്പ് ചെയ്യാണ് വേണ്ടത്. ഇനി ക്യാപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാപ്പ് ചെയ്യുന്നത് മൂലം വീക്ക് ആയിട്ടുള്ള ടൂത്ത് സ്ട്രെങ്തൻ ആവും. അതേപോലെ തന്നെ ക്രാക്ക്, ഫ്രാക്ചർ ഇവയൊന്നും ഉണ്ടാവത്തില്ല. രണ്ടാമതായിട്ട് നമ്മുടെ റൂട്ടിലേക്ക് എഗെയിൻ ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ ടൂത്തിനെ സീൽ ചെയ്ത് ഒരു പ്രൊട്ടക്റ്റീവ് കവറായിട്ട് ഈ ക്യാപ്പ് ആക്ട് ചെയ്യും. ദെൻ മൂന്നാമതായിട്ട് ഈ റൂട്ട് കനാൽ ചെയ്ത പല്ല് നമ്മളുടെ നോർമൽ ടൂത്ത് പോലെ തന്നെ കഴിക്കാനും അതേപോലെ തന്നെ എസ്തെറ്റിക്കലി കാണാനും നാച്ചുറൽ ടൂത്തിന്റെ അപ്പിയറൻസും തരുന്നതാണ്. റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. പല്ല് പൊട്ടാനും ഫ്രാക്ചർ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. രണ്ടാമതായിട്ട് പല്ലിലേക്ക് പിന്നെയും ഇൻഫെക്ഷൻസ്, റൂട്ട് കനാലിലോട്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി മൂന്നാമതായിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഈ പല്ല് പൊടിഞ്ഞു പോവും, അല്ലെങ്കിൽ ഇളകി തന്നെ പോകാനുള്ള ചാൻസും ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇടാത്തവരോ അല്ലെങ്കിൽ ക്യാപ്പ് ഇളകി പോയിട്ട് അത് റീഫിക്സ് ചെയ്യാത്തവരോ ആണെങ്കിൽ ഉറപ്പായിട്ടും ഉടനെ തന്നെ അത് ഫിക്സ് ചെയ്യണം. അല്ലാത്ത പക്ഷം റൂട്ട് കനാൽ ചെയ്തതിന് യാതൊരു വേർത്തും ഉണ്ടാവില്ല. നിങ്ങൾ മുടക്കിയ പൈസയ്ക്കും പ്രയോജനം ഉണ്ടാവില്ല.